ബേസ് വേരിയൻ്റ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാലും അത്രയധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ഫീച്ചർ നോക്കുകയാണെങ്കിൽ 360 ക്യാമറ നമുക്ക് ഈ ഒരു വേരിയന്റിൽ കിട്ടുന്നുണ്ട്. പല വാഹനങ്ങളും 100 150 കിലോ വാട്ടൊക്കെ ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ വിരലുണ്ടാവുന്ന അത്രയാണ് ആ ഒരു വലിയ കപ്പാസിറ്റി ഉള്ള ചാർജേഴ്സ് ഉള്ളൂ. കൂടുതലും വരുന്നത് 70 കിലോ വാട്ടിൻ്റെയും 40 കിലോ വാട്ടിൻ്റെ ഇടയിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഹൈറ്റ് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കാലിനായിരിക്കും നീളം കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ അപ്പർ പോർഷൻ ആയിരിക്കും നീളം കൂടുതൽ. അങ്ങനെയുള്ള ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അനുഭവിച്ചവർക്ക് അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഏറ്റവും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞതിൻ്റെ 360 ക്യാമറയാണ്. കേട്ടോ, എന്താ ക്വാളിറ്റി നോക്കിയേ, ആനിമേഷനും എല്ലാം ടോപ്പ് ക്ലാസ് ആയി വന്നിട്ടുണ്ട്. കേട്ടോ, ഓൾറെഡി മാർക്കറ്റിൽ 2 ബാറ്ററി പാക്കിലും 3 വേരിയന്റിലും അതിൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6-ലധികം ഓപ്ഷൻസ് ആയിരുന്നു നമുക്ക് ടാറ്റ കെർവിന് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വെറും 2 വേരിയന്റിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. നമ്മുടെ കെർവ് EV അക്കംപ്ലിഷ്ഡ് എംപവേർഡ് എന്നിങ്ങനെ 2 വേരിയന്റിലാണ് കിട്ടുക. 2 ബാറ്ററി പാക്ക് ഉണ്ടായിരുന്നതും 45 കിലോ വാട്ട് കട്ട് ചെയ്തു 55 കിലോ വാട്ടിൻ്റെ ഒരൊറ്റ ബാറ്ററി പാക്ക് വരുന്നുള്ളൂ. ഫുൾ ചാർജിൽ നമുക്ക് 500 കിലോമീറ്റർ മുകളിലാണ് ക്ലെയിം ചെയ്ത റേഞ്ച്. റിയൽ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഒരു 400 420 റിയൽ വേൾഡിൽ നമ്മുടെ റോഡുമേ റേഞ്ച് കിട്ടുമെന്നാണ് ടാറ്റ പറയുന്നത്. അപ്പോൾ ലൈഫ് ടൈം ബാറ്ററി വാറന്റിയോട് കൂടി തന്നെയാണ് പഴയ കർവ് കിട്ടിയിരുന്നത്, പുതിയതും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഓണർക്ക് ലൈഫ് ടൈം ബാറ്ററി വാറന്റിയും സെക്കൻഡ് ഓണർഷിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് 8 years ആയിരിക്കും, കുറയുകയും ചെയ്യും. ആ രൂപത്തിലാണ് നമുക്ക് വാങ്ങാനായിട്ട് പറ്റുക. സോ വെറുതെ എംപവേർഡ് അല്ലെങ്കിൽ അക്കംപ്ലിഷ്ഡ് എന്നല്ല കേട്ടോ, അതിന് അറ്റത്തൊരു എക്സ് കൂടി വരുന്നുണ്ട്. അതായത് അക്കംപ്ലിഷ്ഡ് X55 എന്നുള്ളതാണ് കറക്റ്റ് ഒരു നമ്മുടെ വേരിയന്റ് നെയിം വരുന്നത്. എക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺറൂഫ് സ്റ്റാൻഡേർഡ് ആണ്, അതുകൊണ്ട് 2 വേരിയന്റ് ഒപ്പം എക്സ് ഉണ്ടായിരിക്കും. സൺറൂഫ് ഉള്ള വേരിയന്റ് ആണ് എക്സ് എന്നുള്ള പേര് കൊടുക്കാറുള്ളത്. സോ ഇപ്പോൾ കുറച്ചുകൂടി വാല്യൂ ഫോർമിനായിട്ടാണ് കർവ് EV വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഇതിന്റെ അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് വേരിയന്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 16,99,000 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസ് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കിയാൽ ഞങ്ങൾക്ക് 2 ഓൺ റോഡ് പ്രൈസ് അറിയാം. നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റ് തന്നെയാണ്. അതായത് അക്കംപ്ലിഷ് എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ്. ഇതിൽ നിന്നും 2.5 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കണം ടോപ്പ് എൻഡ് ആയിട്ടുള്ള എംപവേർഡ് കിട്ടാനായിട്ട്. സോ എന്തൊക്കെയാണ് ഈ ഒരു വേരിയന്റിൽ വരുന്ന കിട്ടുന്ന ഫീച്ചേഴ്സ് എന്നും ഇതിൽ 2 ലക്ഷം അധികം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും വിശദമായിട്ടൊന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് വേരിയന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ, ബേസ് വേരിയന്റ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാലും അത്രയധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ഫീച്ചർ നോക്കുകയാണെങ്കിൽ 360 ക്യാമറ നമുക്ക് ഈ ഒരു വേരിയന്റിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. അതുപോലെ ഗ്രില്ലിന്റെ കളർ കോമ്പിനേഷനിലൊന്നും ഒരു കുറവും നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു ബോൺ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് വന്നുള്ളത്. 70 കിലോ വാട്ടിൻ്റെ വരെ ചാർജ് സ്റ്റേഷൻസിൽ നമുക്കിത് ചാർജ് ചെയ്യാം. അതായത് ഒരു 10% കർവ് EV നിങ്ങൾ ചാർജ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ 80% ആവാൻ വെറും 45 മിനിറ്റ് മതി എന്നുള്ളതാണ്. LED DRL വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ LED ഹെഡ് ലാമ്പ് യൂണിറ്റ്, ഫോഗ് ലാമ്പ് എല്ലാം വരുന്നുണ്ട്. സോ ഫീച്ചേഴ്സ് ഒന്നും എവിടെയും കുറവ് വരുന്നില്ല. അപ്പോൾ 2.5 ലക്ഷം അധികം കൊടുക്കുമ്പോൾ മുൻവശത്ത് എന്താ മാറ്റം വരിക എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഇവിടെ കണക്റ്റിംഗ് ടൈപ്പ് ലേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ സെൻറ്ററിൽ നമുക്കൊരു ഇലുമിനേഷൻ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് ലഭിക്കും, ഒരു ഇൻഡിക്കേഷൻ ലഭിക്കും. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഫ്രണ്ടിൽ പറയാനുള്ളത്. പിന്നെ ഫ്രങ്ക് വരുന്നുണ്ട്. അതായത് ഹുഡ് ഓപ്പൺ ചെയ്താൽ ഫ്രങ്ക് ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ADAS Level 2 വരുന്നതുകൊണ്ട് അതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിലായിട്ട് ക്യാമറയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ 3 ഫീച്ചറാണ് 2.5 ലക്ഷം അധികം കൊടുക്കുമ്പോൾ നമുക്ക് അക്കംപ്ലിഷ്ഡും എംപവേർഡും തമ്മിലുള്ള മാറ്റം വരുന്നത്. ഇനി വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വേരിയന്റിൽ 17 ഇഞ്ചാണ് അലോയ്സ് വന്നുള്ളത്. യെസ്, അലോയ്സ് വരുന്നുണ്ട്. 215 60 പ്രൊഫൈലുള്ള 17 ഇഞ്ചാണ്. ഇതിൻ്റെ തൊട്ട് മേലേക്ക് പോകുമ്പോൾ 18 ഇഞ്ച് അലോയ്സ് ലഭിക്കുമെന്നുള്ളതാണ്. ബാക്കി സൈഡ് പ്രൊഫൈലിൽ ഒരു വ്യത്യാസം നമുക്ക് പറയാനില്ല. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന ORMസിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. എഗെയിൻ 360 ക്യാമറ നമുക്ക് ഇവിടെയും കാണാം. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വന്നിട്ടുള്ളത്. അതിലും ഇലുമിനേഷൻ വരുന്നുണ്ട്. നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ലൈറ്റ് തെളിയും. ക്രോം ഷോൾഡർ ലൈൻ കാണാനായിട്ട് സാധിക്കും. അതുപോലെ പാനോമിക് റൂഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ആണ്. 2 വേരിയന്റിൽ നമുക്ക് പാനോമിക് റൂഫും ഷാർക്ക് ഫിൻ ആൻറ്റിന ലഭിക്കുന്നുണ്ട്. പുതിയ കളേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 8-ലധികം കളേഴ്സിൽ പുതിയ കർവ് EV വാങ്ങാനായിട്ട്. പുതിയതെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വേരിയന്റ് ചേഞ്ച് ചെയ്തു. 45 കിലോ വാട്ട് ബാറ്ററി പാക്ക് മാറ്റി പ്രൈസ് കുറച്ചു, അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുള്ളൂ. ലുക്സിലൊന്നും ഒരു ചേഞ്ചും വരുന്നില്ല എന്നുള്ളതാണ്. റിയറിലേക്ക് വന്നാൽ നമുക്ക് ഡിഫോഗർ കാണാം. അതുപോലെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ കണക്റ്റിംഗ് ടെയിൽ ലൈറ്റ് ഈ ഒരു വേരിയന്റ് ഉണ്ടാവില്ല, ടോപ്പിൽ ഉണ്ടായിരിക്കുള്ളൂ. ഈ വേരിയന്റിൽ നമുക്ക് ഇവിടെ മാത്രമേ ഇലുമിനേഷൻ ഉണ്ടാവുള്ളൂ, ഇവിടെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ടാറ്റയുടെ ലോഗോ, ക്യാമറ, curve.ev എന്നുള്ള ബാഡ്ജിങ്, റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, ഗ്ലോസി ബ്ലാക്കുള്ള ഒരു ബമ്പർ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു വേരിയന്റിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യണം. ഇതിന്റെ ടോപ്പിന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്താലോ അല്ലെങ്കിൽ ഗസ്റ്റർ കൺട്രോൾ വരുന്നുണ്ട്. ഇതിന്റെ താഴെ ജസ്റ്റ് ഒന്ന് കാലൊന്ന് സ്വൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബൂട്ട് ഓപ്പൺ ആവും. വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് കർവ് EV. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കൂപ്പെ ഡിസൈൻ അതിന് സഹായിക്കുന്നുണ്ട് എന്ന് പറയാം. ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഹെഡ് റെസ്റ്റ് എവിടെ ഇരിക്കുന്നത്, ഏകദേശം ഇവിടെയാണ്. അതിന് താഴെ ഇങ്ങോട്ട് മൊത്തം ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്കിൻ്റെ കാര്യം. ഇതെടുത്താലും
എംബോർഡ് എടുത്താലും ഫുൾ ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ അത് ലോവർ വേരിയൻ്റ് ആണ്, ബേസ് ആണ്, അങ്ങനെയുള്ള ഒരു കുറവും നമുക്ക് ഫീൽ ചെയ്യില്ല. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട് എന്ന് പറയാം. ഇനി സെക്കൻഡ് റോയിൽ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ മാറ്റം വരുന്നതെന്ന് വെച്ചാൽ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു സീറ്റ്, റിയർ സീറ്റ് റിക്ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു വേരിയന്റിൽ കിട്ടില്ല. അതുപോലെ 60/40 സ്പ്ലിറ്റ് സീറ്റും ഈ ഒരു വേരിയന്റിൽ ഉണ്ടായിരിക്കില്ല. ഇതിലിപ്പോൾ സീറ്റിന്റെ കംഫർട്ടിലൊന്നും കുറവില്ല. നമുക്കൊരു 2 പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കംഫർട്ട് രൂപത്തിലേക്കാണ് അതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ വന്നുള്ളത്. ആംറസ്റ്റ്, കപ്പ് ഹോൾഡർ, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് എല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ ഒറ്റ പീസായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, റിക്ലൈനിങ് ഇല്ല എന്നുള്ളതുമാണ്. സോ ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിലും 6 അടി ആയിട്ടുള്ള എനിക്കും അത്യാവശ്യം നീ റൂം, ലെഗ് റൂം, അതുപോലെ തന്നെ ഹെഡ് റൂം, അതായത് ഒരു കൂപ്പ ഡിസൈൻ ആകുമ്പോൾ മെയിൻ ആയിട്ട് ഒരു കൺസേൺ ഉണ്ടായിരിക്കും ഹെഡ് റൂം ഉണ്ടാവും എന്നുള്ളത്. 6 അടി ആയിട്ടാണ് എനിക്ക് 4 പേരിലിൻ്റെ സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ് കേട്ടോ. പക്ഷേ എല്ലാ 6 അടി ഹൈറ്റുകാർക്കും ഇതേപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്. ചിലപ്പോൾ ഒരേ ഹൈറ്റ്, എന്നെക്കായി ഹൈറ്റ് കുറഞ്ഞവർക്ക് ചിലപ്പോൾ ചില വാഹനങ്ങളിൽ തല തട്ടുന്ന വിഷയം വരാറുണ്ട്. അതായത് നമ്മുടെ ഹൈറ്റ് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കാലിനായിരിക്കും നീളം കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ അപ്പർ പോർഷനായിരിക്കും നീളം കൂടുതൽ. അങ്ങനെയുള്ള ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അനുഭവിച്ചവർക്ക് അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ രൂപത്തിലാണുള്ളത്. 6 എയർ ബാഗ് പോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ സൺഷെയ്ഡ് കർട്ടൻ വരുന്നുണ്ട്, 4 പവർ വിൻഡോസ്, അതുപോലെ ക്രോം ഇന്നർ ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. 45 വാട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സി ടൈപ്പ് ചാർജിങ് പോർട്ടും റിയർ AC വെന്റ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഫുൾ ലെതർ സീറ്റാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു വേരിയൻ്റ് തന്നെ അടിപൊളിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ജസ്റ്റ് എന്താ പറയുക, 2 ലക്ഷം എക്സ്ട്രാ കൊടുക്കേണ്ട കാര്യമില്ല. അത് ഒരു ലക്ഷറി, ഡാസൊക്കെ വേണ്ടവർക്ക് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നിട്ടുള്ളത്. ഒരു എവിടെയും നമുക്കൊരു കുറവ് പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ മാപ്പ് ലാമ്പൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതും വൈറ്റ് പ്രകാശത്തോട് കൂടിയിട്ടാണ് വരുന്നത്. ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഈ രൂപത്തിലാണ്. പ്രധാനമായിട്ടും മറ്റൊരു മാറ്റം ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് JBLൻ്റെ സിസ്റ്റമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൊത്തം നമുക്ക് ഡോറിലേക്കായിട്ട് കിട്ടുന്നത് JBLൻ്റെ സ്പീക്കേഴ്സ് ആവും എന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം. അപ്പോൾ റിയറിൽ അത്രേ വരുന്നുള്ളൂ. ഇനി ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാം. ഡ്രൈവർ സൈഡ് നമുക്ക് കുറച്ചധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് 2.5 ലക്ഷം രൂപക്ക് വർത്തായിട്ടുള്ള ഇതുവരെ ഒന്നും കണ്ടില്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് നമ്മൾ ടോപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ് 6 വേ പവർഡ് സീറ്റ് ആവുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് മാത്രമല്ല പാസഞ്ചർ സൈഡും ആ രൂപത്തിലായിരിക്കും ലഭിക്കുക. രണ്ടും വെന്റിലേറ്റഡ് ഫംഗ്ഷൻ ലഭിക്കും. അത് രണ്ട് നമുക്ക് ഇതിൽ മിസ്സിംഗ് ആണ്. ഇവിടെ ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പവർ വിൻഡോയുടെ കൺട്രോൾ. അതിൽ ഡ്രൈവർ സൈഡ് നമുക്ക് 1 ടച്ച് അപ്പ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അഗെയിൻ നമുക്ക് ട്വിറ്ററിൻ്റെ സ്പീക്കറിൻ്റെ ഒക്കെ സ്പേസ് കാണാം. ഇതിൽ നമുക്ക് 6 സ്പീക്കർ ഉണ്ട്. പക്ഷേ ടോപ്പിലേക്ക് പോകുമ്പോൾ അത് JBLൻ്റെ ഒരു കിഡിൽ സ്പീക്കർ സിസ്റ്റമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ക്രൂസ് കൺട്രോൾ കാണാം, സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ്, അതുപോലെ ഇലുമിനേറ്റഡ് ലോഗോട് കൂടിയിട്ടുള്ള നമ്മുടെ ഒരു സ്മാർട്ട് സ്റ്റിയറിംഗ് വീൽ എന്ന് ടാറ്റ വിളിക്കുന്ന സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. അതിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് പോലെ നമ്മുടെ റീജനറേഷൻ്റെ മോഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. 12.5 ഇഞ്ചിൻ്റെ 10.25 ഇഞ്ചിൻ്റെ ഒരു MID ആണ് നമുക്ക് വരുന്നത്. അതിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ കാണാം. അതിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് പല രൂപത്തിൽ ഇത്തരത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ വ്യൂ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലത് തീം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് നിരവധി ഇൻഫർമേഷൻസിലൂടെ കടന്നു പോകാനായിട്ട് പറ്റും. എത്ര 1 കിലോമീറ്റർ ഓടാനൊക്കെ എത്ര ചാർജ് അത് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാട്ട് അവർ പെർ കിലോമീറ്റർ എന്നുള്ള വിധത്തിലുള്ള മൈലേജ്, നമ്മൾ നോർമൽ വാഹനത്തിൽ മൈലേജ് കാണിക്കുന്ന പോലെ ഇവിടെ നമ്മുടെ റേഞ്ചിൻ്റെ ചെറിയ ഫിഗേഴ്സ് കാര്യങ്ങളൊക്കെ കാണിക്കും. റേഞ്ച് കാണിക്കുന്നുണ്ട്, ഇനി എത്ര ദൂരം പോകാനുള്ള ബാറ്ററി ബാക്കിയുണ്ട്, അത്തരം കാര്യങ്ങൾ. അങ്ങനെ നിരവധി ഇൻഫർമേഷൻസ്, നമുക്ക് ഒരുപാട് വാണിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിങ് അങ്ങനെ എല്ലാം നമുക്കിതിൽ അറിയാനായിട്ട് പറ്റും. മാപ്പ് ഇൻക്ലൂഡിങ് മാപ്പ്, നാവിഗേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനിൽ അറിയാനായിട്ട് പറ്റും. സെയിം സൈസ് തന്നെയാണ് നമ്മുടെ ടച്ച് സ്ക്രീനിന് വേണ്ടിയിട്ട്, ഇൻഫർടൈൻമെൻറ്റിന് വേണ്ടി നൽകിയിട്ടുള്ളത്. ടോപ്പിലേക്ക് പോകുമ്പോൾ സൈസ് കൂടുന്നുണ്ട്, നമുക്ക് 12.5 ഇഞ്ചായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം. ഇതിൽ ഏറ്റവും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 360 ക്യാമറയാണ് കേട്ടോ. എന്താ ക്വാളിറ്റി നോക്കിയേ, ആനിമേഷനും എല്ലാം ടോപ്പ് ക്ലാസ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ആ ബാക്കിൽ ബൂട്ട് അടഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ ഡാർക്ക് സ്പോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ബൂട്ട് ശരിക്കും ക്ലോസ് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു കിഡിലൻ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കിഡിലൻ ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നൊരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അവിടെ താഴേക്ക് വന്നാൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. നിരവധി വാഹനങ്ങളിൽ ടാറ്റയുടെ കെർവിൽ തന്നെ പഴയ വാഹനത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാത്തത്. ഇവിടെ നമുക്ക് എല്ലാം ടച്ച് കൺട്രോൾസ് ആണ്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, 360 ക്യാമറ, ലോക്ക് അൺലോക്ക്, ബൂട്ട് ഓപ്പണിങ്, ഹസാർഡ് ലാമ്പ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, ഫോഗ് ലാമ്പ്, നമ്മുടെ ചാർജറിൻ്റെ ലിഡ് ഓപ്പണിങ്, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. താഴെ കാണുന്നത് മൊത്തം നമുക്ക് AC കൺട്രോൾസ് ആണ്. അതിലിത് എക്സ്പ്രസ് കൂളിംഗ് എന്ന് പറയുന്ന ഫീച്ചറാണ്. അത് പ്രസ് ചെയ്താൽ പവർ വിൻഡോ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് റോൾ ഡൗൺ ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ കൺവീനിയൻ്റ് അല്ലാത്തൊരു കാര്യം, ഞാൻ മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ സാധനമാണ്, 45 വാട്ട് C ടൈപ്പ് ചാർജിംഗ് പോർട്ടും ഒരു USB-A ചാർജിംഗ് പോർട്ടും 12 വാട്ട് ചാർജ് സോക്കറ്റ്, ഇതൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കേബിളൊക്കെ എടുത്ത് കുത്തുക എന്ന് പറഞ്ഞാൽ കണ്ടോ, നമ്മുടെ 2 വിരലും അതിൻ്റെ ഉള്ളിലേക്ക്
പോകാൻ ഇത്തിരി പാടാണ്, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെ ഒരു കൺവീനിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ എർഗണോമിക്സിൻ്റെ ഒരു മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ അതിലൊരു നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം. പിന്നെ നമ്മുടെ ഡ്രൈവ് സെലക്ടർ, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, സിറ്റി, ഇക്കോ, സ്പോർട്ട് എന്നിങ്ങനെ. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡോട് കൂടി വന്നിട്ടുണ്ട്. വയർലെസ് ചാർജർ വരുന്നുണ്ട്. ആംറസ്റ്റ് അതിന് താഴെ സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRMs, അഗൈൻ മാപ്പ് ലാമ്പ് വൈറ്റ് പ്രകാശത്തോടു കൂടി വന്നിട്ടുണ്ട്. നമുക്ക് സൺറൂഫ് വേണ്ടിയിട്ട് ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വോയിസ് അസിസ്റ്റഡ് ആവുന്നുണ്ട് സൺറൂഫ് എന്നുള്ളതാണ്. ജസ്റ്റ് കമാൻഡ് കൊടുത്താൽ തന്നെ ഓപ്പൺ ആവും. അത്ര ഫീച്ചേഴ്സൊക്കെ ആഡായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലോ ബോക്സ് വിത്ത് ലൈറ്റോട് കൂടി വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വേരിയൻറ്റിലെ പ്രധാന ഫീച്ചേഴ്സ്. അഗൈൻ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ORMൻ്റെ കൺട്രോൾ വന്നുള്ളത്. ജസ്റ്റ് താഴേക്ക് ഫോൾഡ് ചെയ്യാൽ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവും. അഗെയിൻ ഒന്ന് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അൺഫോൾഡ് ആവുകയും ചെയ്യും. ഇലക്ട്രിക് അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ പ്രധാനമായിട്ടും ദൂരയാത്രകളുള്ളവർക്ക് ഒരു കിടിലൻ ചോയ്സാണ്. ഒരു 20 lakhsനകത്ത് നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം നോക്കുന്നതിൽ കർവീവ് ഒരു ബെസ്റ്റ് ചോയ്സാന്ന് പറയും. അതിൽ പ്രധാന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 55 kW ബാറ്ററി പാക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ 500 മുകളിൽ ക്ലെയിം ചെയ്ത് വരുന്നുണ്ടെങ്കിലും എങ്ങനെ ഓടിച്ചാലും നമ്മുടെ കേരളത്തിലെ റോഡ് കണ്ടീഷനിൽ എന്തായാലും നമുക്കൊരു 400+ റേഞ്ച് കിട്ടുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അതൊരു കൂപ്പെ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ വലിയ വീൽ ബേസ് വരുന്നതുകൊണ്ട് നമുക്ക് ഹൈവേ ക്രൂയിസിങ്ങൊക്കെ അടിപൊളിയാണെന്ന് ഞാൻ ഏകദേശം 1 മാസം പേഴ്സണലി ഉപയോഗിച്ചൊരു വാഹനമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞ ഒരു കപ്പലിൽ പോകുന്ന പോലെ ഹൈവേയിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒഴുകി നമുക്ക് അറിയാത്ത അത്രയും നമ്മൾ കംഫർട്ടബിളി നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം ടാറ്റയുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് എയർ ബാഗ് കാര്യങ്ങൾ 6 എയർ ബാഗ് ആണെന്നുണ്ടെങ്കിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. സോ ഒരു നിരന്തരം നിങ്ങൾക്ക് ലോങ് യാത്രകൾ ഉണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് റീചാർജിന് വേണ്ടി സ്റ്റോപ്പ് ഇടേണ്ട കാര്യമില്ല. ഇനി ചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിൽ വരെ 70 kW ചാർജർ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും അധികം വരുന്നതെന്ന് പറഞ്ഞാൽ 40 kW അതുപോലെ തന്നെ 70 kW ചാർജറുകളാണ് നമ്മൾ നാട്ടിൽ കാണുന്നത്. പല വാഹനങ്ങളും 100, 150 kW ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ വിരലുണ്ടാവുന്ന അത്രയാണ് ആ ഒരു വലിയ കപ്പാസിറ്റി ഉള്ള ചാർജേഴ്സ് ഉള്ളൂ. കൂടുതലും വരുന്നത് 70 kW 40 kW ഇടയിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണ കാണുന്ന DC ഫാസ്റ്റ് ചാർജിങ്ങിലൊക്കെ പോയാൽ വെറും 3/4 മണിക്കൂർ കൊണ്ട് ഏകദേശം 80%, നമ്മൾ 10% 80% ചാർജ് എത്തിക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത്, ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി വെച്ച് നോക്കുന്ന സമയത്ത് ഒരു വാല്യൂ ഫോർ മണി ടാഗ് ലൈൻ കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആയിട്ട് കർവീവ് മാറിയിട്ടുണ്ട്. ആ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. കർവീവ് നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറത്തുള്ള ടാറ്റ.ev സ്റ്റോറിൽ വന്നാൽ മതി. ലെക്സോൺ ടാറ്റ ഡീലർഷിപ്പാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ വാഹനം സ്പോട്ട് ചെയ്ത് അവിടെയാണ്. അവിടെ വന്നാൽ നിങ്ങൾക്ക് ഇത് നേരിട്ട് കാണാം, ബുക്ക് ചെയ്യാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ, കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു, വാല്യൂ ഫോർ മണി ആയിട്ട് നമ്മളിതിനെ ഉൾപ്പെടുത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോ കാണാം. ബൈ ബൈ.